ഹായ്, എൻ്റെ പേര് സൗമ്യ. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എൻഗ്ലക്സ് ആർ എക്സാം എന്തിനാണെന്നും ആർക്കാണെന്നും ഈ ഒരു എക്സാമിലോട്ട് എത്തിപ്പെടാനുള്ള 4 സ്റ്റെപ്സുമാണ് ഞാൻ ഈ കുഞ്ഞു വീഡിയോയിൽ പറയുന്നത്. എൻഗ്ലക്സ് എക്സാം എന്ന് പറയുന്നത് ഇതൊരു ഏത് രാജ്യത്തിലോട്ടാണോ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ USA, കാനഡ ആൻഡ് ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സസിന് ക്ലിയർ ചെയ്യേണ്ട ഒരു ഇനിഷ്യൽ സ്റ്റെപ്പാണ് എൻഗ്ലക്സ് ആർ എക്സാം. അതിൻ്റെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ലൈസൻസ് എക്സാം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതിന് 4 സ്റ്റെപ്പാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ, അപ്ലൈ ഫോർ ലൈസൻഷർ. ദാറ്റ് മീൻസ് നമ്മളുടെ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തെ ഒരു നഴ്സിംഗ് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജിൽ നിന്ന് നമ്മൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ആ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് രാജ്യത്തോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ റെഗുലേറ്ററി ബോഡിയിലോട്ട് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫോർവേഡ് ചെയ്ത് നമ്മൾ ആ ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നു. സെക്കൻഡ് വൺ, വി ഹാവ് ടു രജിസ്റ്റർ വിത്ത് പിയേഴ്സൺ വ്യൂവിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അവരത് വെരിഫൈ ചെയ്യുന്നു. ഈ നമ്മുടെ എക്സാം എല്ലാ അഡ്മിനിസ്ട്രേഷനും ഒരു എൻഗ്ലക്സ് ആർ എക്സാം ഒരു ഇനിഷ്യൽ ബിഗിനിങ് മുതൽ എക്സാം കണ്ടക്റ്റ് വിത്ത് റിസൾട്ട് വരെയുള്ള എല്ലാം ഒരു അത് ഫുൾഫിൽ ആകുന്നത് പിയേഴ്സൺ വ്യൂ എന്ന് പറയുന്ന സൈറ്റാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ നമുക്ക് കിട്ടിയ ഡിഗ്രി അത് നമുക്ക് അവിടുത്തെ രാജ്യത്തോട്ട് ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോകാൻ നമ്മൾ എലിജിബിൾ ആണെന്ന് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു എക്സാം എഴുതാനുള്ളൊരു ATT കിട്ടുന്നു. അതാണ് ഓതറൈസേഷൻ ടു ടെസ്റ്റ്. വൺസ് ദ നഴ്സിംഗ് റെഗുലേറ്ററി ബോഡി കൺഫേംസ് യുവർ എലിജിബിലിറ്റി യു വിൽ റിസീവ് എൻ ഓതറൈസേഷൻ ടു ടെസ്റ്റ് ഫ്രം പിയേഴ്സൺ വ്യൂ. ഈ ഒരു ATT തരുന്നത് പിയേഴ്സൺ വ്യൂ ആണ്. ഈ ഒരു ATTക്ക് കാലാവധിയുണ്ട് 3 months. ഈ 3 monthsനുള്ളിൽ നമ്മൾ എക്സാം എഴുതിയിരിക്കണം. ഈ ATT കിട്ടി 3 monthsനുള്ളിൽ തന്നെ നമ്മളുടെ എക്സാം എഴുതാനുള്ള ഡേറ്റ് നമ്മുടെ അവർ പറയുന്ന പേയ്മെൻറ്റ് അടച്ചിട്ട് നമുക്ക് നമ്മളുടെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഷെഡ്യൂളർ അപ്പോയിൻമെൻറ്റ് വിത്ത് പിയേഴ്സൺ വ്യൂ ഓൺലൈൻ ഓർ ഓവർ ദ ഫോൺ. യൂഷ്വലി എല്ലാവരും ഓൺലൈനിലാണ്. കാരണം നമുക്ക് പിയേഴ്സൺ വ്യൂവിൽ ഓൾറെഡി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് തന്നെ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് കാണാനും നമ്മളുടെ എക്സാം ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അതിനകത്തുണ്ട്. ഒരു കാര്യം ഓർത്തിരിക്കാന്നുള്ളത് വെച്ചാൽ നമ്മളുടെ ഒരു യൂറോപ്യൻ കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അത് എസ്പെഷ്യലി USA, കാനഡ ആൻഡ് ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളിലോട്ടാണ് ഈ എൻഗ്ലക്സ് ആർ എക്സാം ഒരു മാനദണ്ഡമായിട്ട് വേണ്ടത്. സോ ഈ രാജ്യങ്ങളിലോട്ട് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ എൻഗ്ലക്സ് ആർ എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മളുടെ ഇതെല്ലാം തന്നെ പ്രോസസ്സിങ് നമ്മളുടെ വെരിഫിക്കേഷനൊക്കെ കിട്ടാൻ തന്നെ ഒരു 3 months ഒരു കാലാവധി എടുക്കും. അപ്പോൾ ഈ കാലാവധിക്കുള്ളിൽ നമുക്ക് ATT കിട്ടുന്നതിനോടൊപ്പം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ എങ്കിൽ നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ആ പറയുന്ന ATTയുടെ കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ വീണ്ടും പ്രോസസ്സ് ഒന്നിനും സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് സപ്പോസ് നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം എന്നാണോ അറ്റൻഡ് ചെയ്യുന്നത് അത് 45 days കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അടുത്ത നെക്സ്റ്റ് എക്സാം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അത് നമ്മുടെ ATT ആ സമയം വരെ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ATT തന്നെ എഴുതാൻ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ATT നമ്മൾ വീണ്ടും ATT കിട്ടാനുള്ള എല്ലാ പ്രോസസ്സിങ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ടൈം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. താങ്ക് യു ഓൾ.